അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളും അറിയിക്കണേ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഭയങ്കര തിരക്കുപാടാണ് ഓരോ പണിയായിട്ടുള്ളൂ. കറണ്ടില്ല, വെള്ളവുമില്ല. ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റ് കാരണം കറണ്ട് പൊളിച്ചേക്ക് തന്നെ പോയി. അപ്പോൾ വെള്ളം അടിക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ രാവിലത്തെ പരിപാടി ഒന്നും നടന്നില്ല. കാരണം ചായ പരിപാടിക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് മേലെ വീട്ടിൽ നിന്നാണ് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വേഗം ചോറും കറിയും വെക്കുക എന്നുള്ളതില്ല കേട്ടോ. കാരണം എല്ലാവർക്കും വിശക്കുന്നുമുണ്ട്. പിന്നെ വെള്ളമില്ലെങ്കിൽ പിന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് ചോറ് അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാറ്റായതുകൊണ്ട് തീയൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. രാവിലെ അടുക്കളയൊന്നും ക്ലീൻ ചെയ്തില്ല, അതിന് വെള്ളം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ വെള്ളം ബക്കറ്റിൽ മേലെ നിന്ന് കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ആ ഒരു തിരക്കിട്ട പരിപാടിയിലാണ്. അപ്പോൾ മക്കൾസൊക്കെ ഉണ്ട് മുറ്റത്ത് കളിക്കുന്നത്. കുറച്ച് മണ്ണുണ്ട് മുറ്റത്ത് ഇറക്കി ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പെരണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അവരെ കുളിപ്പിച്ചെടുക്കാൻ കുറച്ച് പണിയായിരിക്കും. KCBയിലേക്ക് നമ്മൾ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഒരു എന്തോ ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. എന്തോ മീറ്റിങ്ങിലാണ്, വരാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ? മീൻ കുറച്ച് കിട്ടി, അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. മറ്റേ മെത്തലും ഉണ്ട്, എന്താ പറയുക, കോരല്ലേ, കോര ചുമന്ന, അതുമാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ ഒരു കറിയും വെക്കാം എന്നുള്ള രീതിയിലാണ് പരിപാടികളൊക്കെ. ചോറ് പിന്നെ കോഴിക്കളാണെങ്കിൽ ഒരു സ്വൈര്യം തരുന്നില്ല. എല്ലാം കൂടി കൊക്കേ നെല്ലിങ്ങനെ ഫുള്ളൊച്ചപ്പാടാണ്. ഓരോരോ സ്ഥലം ഇങ്ങനെ നോക്കി മുട്ടയിടാൻ കയറി നടക്കുന്നതുകൊണ്ടേ ആകെപ്പാട് ഒച്ചപ്പാടാണ്. എവിടെയെങ്കിലും പിടിച്ചിരുത്തിയാലേ അവരവിടെ ഇട്ട് ഇരിക്കുകയില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞു നോക്കിയിട്ടല്ലേ അവർ നടക്കുള്ളൂ. പുറത്താണെങ്കിൽ നല്ല വെയിലാണ്, കാറ്റും വെയിലും എല്ലാം കൂടി ഭയങ്കര. അലക്കിയൊന്നും ചിക്കാൻ പറ്റില്ല, ഒക്കെ പറന്നു പോലെ. അതുകൊണ്ട് ആ പരിപാടിയിലേക്കൊന്നും നോക്കിയില്ല. മീനാണെങ്കിൽ കുറേ നന്നാക്കാൻ പണിയാണ്. ഈ ഒരു മീൻ ഭയങ്കര മുള്ളാണ്. കൈ എങ്ങനെയെങ്കിലുമൊക്കെ കയറി ഞാൻ കൊള്ളും ഇതിൻ്റെ മുള്ള്. അപ്പോൾ ആകെപ്പാടെ കുറേ ടൈം എടുക്കും ഇതൊന്ന് നന്നാക്കി കിട്ടണമെങ്കിൽ. ഇതിൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാട്ടോ ഈ ഒരു സാധനം. ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലുള്ള ആ ഒരു എന്താ പറയുക, ഇതായി കാണുന്ന ഈ ഒരു സാധനമല്ലേ, അരവണപ്പായസം എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇച്ചിരിയൊക്കെ ആണെങ്കിലും ഒരു നുണയാൻ കിട്ടിയിട്ടെങ്കിലും ഇത് സ്വന്തം ഞാൻ തന്നെ ഫുള്ള് കംപ്ലീറ്റ് തീർത്തിട്ടോ. മക്കൾക്ക് ഓരോരോ എന്താ പറയുക, കൈകൊണ്ട് ഇങ്ങനെ തോണ്ടി തൊള്ളയിൽ വെച്ച് കൊടുത്ത്. കാരണം അവർക്ക് അതൊന്നും വലിയ ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ അത് വടിച്ച് ക്ലീനാക്കി കടലാസൊക്കെ. നമ്മളടുത്ത വീട്ടിൽ ചെറിയൊരു മോളുണ്ടായിരുന്നു, മലയ്ക്ക് പോയി ഞാൻ വന്നപ്പോൾ തന്നതാണ്. പിന്നെ പരിപാടികളൊക്കെ പെട്ടെന്ന് അതിന് കറിയൊക്കെ വേഗം അടുപ്പത്തേക്ക് വെച്ച്, ഒരടുപ്പത്തേക്ക് മീൻ പൊരിക്കാനും വെച്ച് വേഗം നടക്കണ്ടേ. അപ്പോൾ വിശക്കുന്നുള്ളവർക്കൊക്കെ വേഗം ചോറ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം പരിപാടി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് കുറച്ച് പച്ച പയറിട്ടി അത് തോരനും വെച്ച് കുറച്ച് മീനും പൊരിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കറി എന്താ പറയുക, മുളക് പൊടി ഭയങ്കര എരിവാണ്. ഇപ്പോൾ കടയിൽ നിന്ന് പ്രാവശ്യം വാങ്ങിയാൽ എരിവ് ഭയങ്കര കൂടുതൽ. അപ്പോൾ പിന്നെ മുളക് വീട്ടി വെക്കാതെ ആദ്യം വിചാരിച്ചു.
പിന്നെ ഞാൻ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് പാരേണ്ടിയിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ല ഇവിടെ ആർക്കും. പിന്നെ മക്കളൊക്കെ കഴിക്കുന്നതും കൊണ്ട് ഇങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ പരിപാടിയൊക്കെ തിരക്കിട്ടിട്ടായിരുന്നു. കാരണം വേഗം പണി കഴിയണ്ടേ. മീൻ ഒരു ഭാഗത്ത് പൊരിച്ചു, വേഗം അത് ഇറക്കിയതിന് ശേഷം വേഗം ഒരു ഭാഗത്തേക്ക് തോരൻ വെച്ചു. അങ്ങനെ പണികളൊക്കെ വേഗം എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ബാക്കിയുള്ള പണിയൊക്കെ ഇനി കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പണി തന്നെ കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ എളുപ്പമാണല്ലോ. അടുക്കളയിൽ ചോറും കറിയും വെക്കാൻ തന്നെ പറഞ്ഞാൽ അത് കുറച്ച് പാടുള്ള പണിയാണല്ലോ. അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കട്ടോ. കാരണം നമുക്കിതുപോലെ ചെറിയ കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഓരോ ദിവസവും വീഡിയോ ഇടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം.